എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായില്ലേ മെഴുക്കുവരട്ടി ഇട്ടിട്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ അച്ചിങ്ങാപ്പയർ വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. ഇതിന് മുൻപ് ഞാൻ അച്ചിങ്ങാപ്പയറും അതുപോലെ തന്നെ കായം വെച്ചിട്ടുള്ള കോമ്പിനേഷൻ മെഴുക്കുവരട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചമാങ്ങ മിഠായി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടില്ല, 1-2 പേര് മാത്രം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ പച്ചമാങ്ങ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫോട്ടോസ് അയച്ചു തരിക. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് അച്ചിങ്ങാപ്പയർ എടുത്തിട്ടുണ്ട്. അച്ചിങ്ങാപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അധികം മണിയൊന്നും ഇല്ലാത്ത പയറിനെയാണ് നമ്മൾ അച്ചിങ്ങാപ്പയർ എന്ന് പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പച്ചപ്പയർ എന്ന് പറയാം കേട്ടോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇതിനെ അച്ചിങ്ങാപ്പയർ എന്നും പറയും എന്നെനിക്ക് മനസ്സിലായത്. അപ്പോൾ അച്ചിങ്ങാപ്പയർ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അച്ചിങ്ങാപ്പയർ ഓൾറെഡി ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. അപ്പോൾ അച്ചിങ്ങാപ്പയർ എടുക്കുക. ഓൾറെഡി ഞാൻ വാഷ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ സൈഡില്ലേ, ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡും കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എത്ര വലിപ്പം വേണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും രീതിയിലാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങ് മുറിച്ച് വെക്കാം. ഇപ്പം നമ്മൾ അവിയലിനൊക്കെ അരിയുമ്പോൾ കുറച്ചും കൂടെ നീളത്തിലാണ് മുറിക്കുക. അതേസമയം തോരന് മുറിക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് മുറിക്കുക. അപ്പോൾ ഇത് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഈ ഒരു നീളത്തിലാണ് സാധാരണ മുറിക്കാറ്. അച്ചിങ്ങാപ്പയറും കായം മെഴുക്കുവരട്ടി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തൊരു കാണാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ അങ്ങ് മൊത്തത്തിൽ അച്ചിങ്ങാപ്പയർ അങ്ങ് മുറിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ മണിപ്പയറാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാൻ അച്ചിങ്ങാപ്പയർ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ പിള്ളേർക്കൊക്കെ മണിപ്പയറാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇവിടെ ദുബായിൽ മണിപ്പയർ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. വല്ല ഓണത്തിൻ്റെ സീസണിലോ അങ്ങനെയൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അച്ചിങ്ങാപ്പയർ ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ മുറിക്കട്ടെ കേട്ടോ. ഞാൻ വാഷ് ചെയ്ത പയറായതുകൊണ്ട് ഇനി കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ അച്ചിങ്ങാപ്പയർ നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പയർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു കടായി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടാണ് ഈ പയർ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും കുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ കുക്കറിൽ കുക്ക് ചെയ്താൽ ചിലപ്പോൾ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകും. അതുകൊണ്ട് അത് ഒരു റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സാധാരണ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്യാൻ പോകുന്നത്. പച്ചിങ്ങപ്പയർ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊരു 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവാണേ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിടണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഉള്ളിമുളകും കുത്തി കാച്ചുന്ന സമയം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/4 ഭാഗം വേവിക്കണം. 1/4 ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഇത് കറിയാക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് നോക്കണം, കാരണം വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ ഇതെങ്കിലും പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പയർ കുക്കായെന്ന് നമുക്ക് നോക്കണം. ഒരു 1/4 ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഉള്ളിമുളകും കുത്തി കാച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേണം ബാക്കിയും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ. ഒരു 1/4 ഭാഗം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും മുളകൊക്കെ റെഡിയാക്കി എടുക്കണം. 3/4 കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കുള്ള ആവശ്യമുള്ള ചെറിയ ഉള്ളി എടുക്കണം. അതുപോലെ തന്നെ വറ്റൽമുളക് ചതച്ചതും നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയുള്ളിക്ക് പകരമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ട് വളരെ നൈസാക്കി അരിഞ്ഞാൽ മതിയാവും. പക്ഷേ ചെറിയുള്ളിയാണ് ഏറ്റവും സ്വാദ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയുള്ളി ഒന്നിലേയും ചതച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിയാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ അരിയുന്നതെന്ന് കാണിച്ചു തരാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് ഇത്ര നൈസായിട്ട് ചെറിയുള്ളി അരിയുന്നതെന്ന്. ഞാൻ കത്തി വെച്ചിട്ടല്ല അരിയാറ്. അതിനുവേണ്ടി ഞാനിവിടെ സ്ലൈസറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിവിടെ സ്ലൈസർ എടുത്തിട്ടുണ്ട്. ആ സ്ലൈസറിൽ കൂടെ ചെറിയുള്ളി നമുക്ക് വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്ലൈസർ ഇല്ലയെന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ സംഭവം. എത്ര നൈസ് ആവണോ അതിനനുസരിച്ച് ഈ ബ്ലേഡിൻ്റെ തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും കേട്ടോ. അവിടെ
സ്ലൈസറിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളിൽ ഉണ്ടാവുമല്ലോ സ്ലൈസർ. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 ചെറിയുള്ളിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ മൊത്തത്തിൽ 15 ചെറിയുള്ളി ഇതേപോലെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 15 ചെറിയുള്ളി നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലൈസറൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത് വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ കൈയൊക്കെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ സ്ലൈസർ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് സേഫ് അത് തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി. അല്ലാണ്ട് ഞാനിപ്പോൾ സ്ലൈസർ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ. ചില കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി ചെയ്ത പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏതാണ് സേഫ് ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. ചീനച്ചട്ടി ആണെങ്കിൽ ചീനച്ചട്ടി, അതൊന്ന് ഗ്യാസ് ഓൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പരമായിട്ട് ഏത് ഓയിലാണ് താല്പര്യം ആ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതിലോട്ട്. ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാതെയും ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയിലേക്ക് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഓവറാവാൻ പാടില്ല, കാരണം ഓൾറെഡി നമ്മൾ പയർ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അല്പം മാത്രം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാകും. നമ്മൾ തൃശ്ശൂർക്കാർ പക്ഷേ മാക്സിമം ചതച്ച മുളകും ചെറിയുള്ളിയാണ് ഉപയോഗിക്കാറ് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. കാരണം പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ചെറിയുള്ളി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ചതച്ച മുളകും ഉണ്ടാവില്ല. നമ്മുടെ അടുക്കളയിലുള്ള എന്താണ് ഐറ്റംസ് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരട്ടെ കേട്ടോ. ചെറുതായിട്ട് ഉള്ളിയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെക്കാം. അപ്പോൾ ഞാൻ സിമ്മിൽ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാറ് മെഴുക്ക് പുരട്ടി. അതുകൊണ്ട് ഞാനൊരു 3 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സ്പൈസ് ലെവൽ മാറ്റാം. അപ്പോൾ 3 ടീസ്പൂൺ ചതച്ച മുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇത് വഴറ്റി കൊടുക്കണം. അതായത് 1-2 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇതങ്ങ് വഴറ്റണം. ഇതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പച്ച ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. മെഴുക്ക് പുരട്ടിക്ക് എന്നല്ല, ഏത് കറിക്കാണെങ്കിലും ആ ഒരു ഇതിൻ്റെ മുളകിൻ്റെ കുത്തുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത് വഴറ്റാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. 1-2 മിനിറ്റ് എടുത്ത് പതുക്കെ സമയമെടുത്ത് വഴറ്റി കൊടുക്കും. അപ്പോൾ നമ്മുടെ മുളകും ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ 1/4 ഭാഗം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. വെള്ളത്തോട് കൂടി ചേർത്തോളൂ കേട്ടോ. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഉള്ളിയും മുളകും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. പയറങ്ങനെ വെന്ത് ആകെ അങ്ങ് ഉടഞ്ഞു പോകാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഈ ഉള്ളി മുളകിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ പയർ അല്പം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. നമ്മളിപ്പോൾ സിമ്മിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ നേരം അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മസാലയൊക്കെ മസാല എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി മുളകൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് വറ്റിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് 1/4 ഭാഗം കൂടെ കുക്കാവാനുള്ളതും കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പയർ ഞാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാകം ഉണ്ടാവുമല്ലോ. ചിലവർക്ക് നന്നായി കുക്കാവണം, പക്ഷേ ചില ആൾക്കാർക്ക് അധികം കുക്കാവണ്ട. അപ്പോൾ നിങ്ങളുടെ എന്താണോ താല്പര്യം അതനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ഡിഫറൻസ് വരുത്തണം. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായി കുക്കാവണം, അതുകൊണ്ട് ഇത് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള വെള്ളം, കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ട്, ആവിയൊക്കെ ഇങ്ങനെ ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വറ്റിക്കണം, നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളം നമുക്കിങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ. ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് പാകത്തിന് ഉപ്പുണ്ട്, അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല പാകമാണത്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി മതി, ഓഫ് ചെയ്യാം. പിന്നെ ഈ ചൂടിൽ ഇരുന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോളും. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യണം കേട്ടോ. ചൂട് കൊള്ളാം, അടിപൊളിയുണ്ട് കേട്ടോ. ചോറും അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയും ഒരു പപ്പടവും കുറച്ച് അച്ചാറും കുറച്ച് തൈരും ബേഷായിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഒരു 2 ഡ്രോപ്പ് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ വരും. അത് ഞാൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ഡ്രോപ്പ് മാത്രം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതാണേ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സംഭവം റെഡിമണി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെയോ ഒക്കെ കഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്വന്തം അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മളെ മീനാസ് കറികളിൽ ഒരുപാട് മെഴുക്ക് പുരട്ടീസിൻ്റെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണുക, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മളന്ന് വന്നോടത്തേക്ക് തിരിച്ചെത്തി. ഇവിടെയായിരുന്നു മീറ്റപ്പ്. ഇവിടെ ചായ ഉണ്ട്, ഇവിടെ കോഫി ഉണ്ടല്ലോ. Hello, how are you? എനിക്ക് വേണ്ട, നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ. എനിക്ക് വേണ്ട. അന്ന് നമ്മൾ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ, തിരക്കിലായില്ലേ. നമ്മുടെ നാട്ടിലത്തെ ചെമ്പ് പോലെ ഭയങ്കര കയ്പാ. എവിടെ അത്? ടർക്കിഷ് കോഫി 10 റംസ്. ശരിക്കും നല്ലോണം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. അത് കുടിച്ചില്ലെങ്കിൽ അതിന് അത്രയും കാശ് വീണ്ടും കൊടുക്കണം. വാങ്ങിച്ചോ അച്ഛമാൻ കുടിക്കണം. വായ അവ കഴിക്കണില്ലേ? ചാത്തി ജാക്കറ്റാണ് ആദ്യമായിട്ട് അമ്മ ഇട്ട് നോക്കാൻ പറ്റും.